പക്ഷിപ്പനിയെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ മൃഗസംരക്ഷണ വകുപ്പിന്റെ കുരുവിപ്പുഴ ടർക്കി ഫാം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വീണ്ടും വിജയത്തിലേക്ക്. കഴിഞ്ഞ വർഷം പകർന്ന പക്ഷിപ്പനിയിൽ ഫാമിന്റെ എല്ലാ ടർക്കി കോഴികളെയും കൊന്നൊടുക്കിയ ശേഷമാണ് ഒറ്റ വർഷം കൊണ്ട് സർക്കാർ സ്ഥാപനമായ കുരുവിപ്പുഴ ഫാം വിജയഗാഥ തീർത്തത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പക്ഷിപ്പനിയെ തുടർന്ന് ഫാമിലെ 6000-ലധികം ടർക്കി കോഴികളെ കൊന്നൊടുക്കിയത്. ആവശ്യക്കാർക്കെല്ലാം എല്ലാ ദിവസവും ടർക്കി കോഴിക്കുഞ്ഞുങ്ങളെയും മാംസവും എല്ലാം വിറ്റുപോന്നിരുന്ന ഫാം പ്രതാപകാലത്തു നിന്നും ഒറ്റ ദിവസം കൊണ്ടാണ് തകർച്ചയിലേക്ക് വീണത്. വീണ്ടും ഫാം പഴയപടിയാക്കാൻ ശ്രമം തുടങ്ങിയപ്പോൾ നല്ല ഇനം ടർക്കി കോഴികളെ കിട്ടാത്തതായിരുന്നു പ്രധാന വെല്ലുവിളി. പുതുക്കോട്ടയിലെ റീജിയണൽ റിസർച്ച് സെന്ററിൽ നിന്നും 275 ടർക്കി കോഴിക്കുഞ്ഞുങ്ങളെ ലഭിച്ചതോടെ എല്ലാം പുനരാരംഭിച്ചു. ഫാം പുതുക്കി പണിതു. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളും സുരക്ഷയും വർദ്ധിപ്പിച്ച് പഴയ നിലയിലേക്ക് ഫാമിന്റെ പ്രവർത്തനം മാറി തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായി. നമ്മുടെ പക്ഷിപ്പനി സ്ഥിരീകരണത്തിന് ശേഷം എല്ലാ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 23/9/2015 നാം ഫാം റീസ്റ്റോക്ക് ചെയ്തത്. അത് നമ്മൾ ഏറ്റവും നേരിട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റ് സ്റ്റോക്കിൻ്റെ ലഭ്യതയാണ്. അവസാനം നമ്മൾ പുതുക്കോട്ടയിലെ തനുവാസിൽ നിന്നും RRCയിൽ നിന്ന് 275 എണ്ണം ബെഡ്സ്വെല്ലി ഇനത്തിൽപ്പെട്ട ടർക്കി കുഞ്ഞുങ്ങളെയാണ് പേരന്റ് സ്റ്റോക്കാക്കി. സമീപ ജില്ലകളായ ആലപ്പുഴയിലും കോട്ടയത്തും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തെങ്കിലും വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ കുരുവിപ്പുഴ ഫാം അധികൃതർക്ക് ഇപ്പോൾ പേടിയില്ല. ജീവനക്കാർക്ക് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ സർക്കാർ സംവിധാനമായാലും വിജയിപ്പിക്കാനാകും എന്നതിന് മികച്ച ഉദാഹരണമാണ് ഇന്ന് കുരുവിപ്പുഴ ഫാം. റിപ്പോർട്ടർ, കൊല്ലം.